നെടിയനാട് തൃക്കൈക്കുന്ന് ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഏകദേശം ഒരു 18-20 കിലോമീറ്ററിൻ്റെ ചുറ്റളവിൽ നെടിയനാട് അംശം ദേശത്തിലുള്ള ക്ഷേത്രമായിട്ടാണ് മഹാദേവ ക്ഷേത്രം കുടികൊള്ളുന്നത്. പ്രധാന പ്രതിഷ്ഠ മഹാദേവനും ഉപദേവന്മാരായിട്ട് നമുക്ക് വേട്ടക്കരൻ, ഗണപതി, അയ്യപ്പൻ ഇത്രയും ഉപദേവന്മാരുമാണുള്ളത്. നെടിയനാട് ശ്രീ മഹാദേവ ക്ഷേത്രം ഏകദേശം ഒരു 2000 വർഷത്തോളം പഴക്കമാണ് നമ്മളൊരു കാബാലിൻ്റെ സ്വർണ്ണപ്രശ്നം വെച്ചതിൽ നമുക്ക് തെളിഞ്ഞു കണ്ടത്. പരശുരാമ പ്രതിഷ്ഠയായിട്ടാണ് നമുക്കന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ നമ്മുടെ തന്ത്രം തരണല്ലൂർ പത്മനാഭുണ്ണി നമ്പൂതിരിപ്പാടാണ് ക്ഷേത്രത്തിൻ്റെ ഈ താന്ത്രിക വിദ്യയിൽ തരണല്ലൂരിനെ വന്നതിന് ശേഷമാണ് ക്ഷേത്രത്തിൻ്റെ എല്ലാ അഭിവൃദ്ധിക്കും മെയിൻ ഇത്രയും പെട്ടെന്നുള്ളൊരു മാറ്റത്തിലേക്ക് എത്തിയത് ശരിക്കും തന്ത്രിയുടെ വളരെയധികം സഹായത്തോടെയാണ്. ക്ഷേത്രം നട തുറക്കുന്നത് രാവിലെ 5:45 മുതൽ 9:15 വരെയാണ്. വൈകുന്നേരം 5:45 മുതൽ 7 മണി വരെയാണ് ടൈമുള്ളത്. ഉപദേവ പ്രതിഷ്ഠയായ വേട്ടക്കരൻ്റേത് പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ചതുശതം, പിന്നെ കളമെഴുത്ത് പാട്ടും തേങ്ങേറും. അതിൽ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഫലം ഉറപ്പാവുന്ന ലെവലുള്ളൊരു രീതിയിലാണ് നമ്മളിവിടെ അനുഭവത്തിൽ എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുന്നത്. കളമെഴുത്ത് പാട്ടും തേങ്ങേറുമാണ് ഈ വേട്ടക്കരൻ്റെ ഉപദേവ പ്രതിഷ്ഠയായ ഫെബ്രുവരി 9 പ്രതിഷ്ഠാദിനമായിട്ട് കൊണ്ടാടുന്ന ദിവസങ്ങളിൽ ഇവിടെ ആഘോഷിക്കുന്നത്. പിന്നെ ശിവരാത്രിയുടെ മഹാത്മ്യത. ശിവരാത്രിയിൽ എന്ന് പറയുന്നത് നമ്മൾ മഹാമൃത്യുഞ്ജയമോ മഹാഗണപതിയമോ എല്ലാ ശിവരാത്രികളിലും ഇവിടെ സ്പെഷ്യൽ പൂജയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതേപോലെ കാര്യമായിട്ട് ഇവിടുത്തെ നിത്യ പൂജ എന്ന് പറയുന്നത് മഹാമൃത്യുഞ്ജയമോ. മണ്ഡലം മാസം 41 ദിവസം കൊണ്ട് ഇവിടെ ലക്ഷദീപത്തിൻ്റെ പരിപാടികളായിട്ട് നടക്കുന്നുണ്ട്. ഈ ചുറ്റുവിളക്ക്, ദേവൻ്റെ ചുറ്റുവിളക്കും അതോടൊപ്പം ആ ഒരു 41 ദിവസം കൊണ്ട് നമുക്കൊരു ലക്ഷദീപം നടത്തുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ആ വഴിപാട് ഇവിടെ നടത്തുന്നത്. അത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് കഴിഞ്ഞ ഈ മണ്ഡലത്തിൽ നടത്തിയത്. അപ്പോൾ ഇനി വരുന്ന എല്ലാ മണ്ഡലങ്ങളിലും ആ ഒരു ചടങ്ങുകൾ കണ്ടിന്യൂ ചെയ്യാനാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ ഒരു ഭാഗത്തു നിന്നുള്ള തീരുമാനം. തൃക്കൈക്കുന്ന് മഹാദേവ ക്ഷേത്രം പഴയ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ശോചനീയമായിട്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് കിടക്കുന്നൊരു ലെവലായിരുന്നു. ഇപ്പോഴാണ് ചുറ്റമ്പലും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പണിത് തീർത്തു. ശ്രീകോവിൽ മൊത്തം ഓടടക്കം ഇറക്കി കഴുക്കോലും പട്ടിയും ഒക്കെ മാറ്റി നല്ല മ്യൂറൽ പെയിൻറ്റിങ് കാര്യങ്ങളും അതിൻ്റെ കാണിപ്പയുടെ കണക്കിൽ അതിൻ്റെ യഥാവിധിയിലുള്ള എല്ലാ കണക്കും പ്രകാരം മ്യൂറലൊക്കെ ചെയ്തിട്ടാണ് ഇപ്പം പണി തീർത്തിരിക്കുന്നത്. ഒപ്പം പുറമേക്കുള്ള നമ്മുടെ ബലിക്കൽപ്പുരയും കാര്യങ്ങളൊക്കെ പഴയതെന്ന് ഒക്കെ മാറ്റി പുതിയ രീതിയിലേക്ക് കാണിപ്പതിൻ്റെ കണക്ക് പ്രകാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ആദ്യപടിയായിട്ട് നമ്മൾ ഉപദേവൻ്റെ അമ്പലമായ വേട്ടക്കരൻ്റെ അതായത് വളരെ ശോചനീയമായ അവസ്ഥയിൽ നിന്ന് നമ്മൾ പണിത് എടുത്ത് ഏകദേശം ഒരു 10-15 വർഷത്തോളമായി. അതിനുശേഷം ഇങ്ങോട്ട് ക്ഷേത്രത്തിൻ്റെ ഓരോ പരിപാടിയിലേക്ക് ഇറങ്ങിയാലും വളരെ വിജയകരമായിട്ടാണ് നമുക്ക് ചെയ്യാൻ ഓരോ സെക്ഷനും തീർക്കാൻ പറ്റിയത്. ഇതിനൊക്കെ മെയിൻ ഘടകം എന്ന് പറയുന്നത് ഈ
പ്രദേശത്തുള്ള നല്ലവരായ ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹായം തന്നെയാണ്. ഈ ഒരു ക്ഷേത്രത്തിൽ ഏകദേശം ഇത്രയൊരു നവീകരിച്ച രീതിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുള്ളതും പ്രദേശത്തുള്ളതുമായ നല്ല മനസ്സുള്ള ആൾക്കാരുടെ സപ്പോർട്ടാണ് ഇപ്പം ഈ ലെവലിലേക്ക് ഈ ക്ഷേത്രത്തിനെ പെട്ടെന്ന് തന്നെ എത്തിക്കാൻ നമുക്ക് സാധിച്ചത്. അതിലെല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു.